എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാണ് ടീച്ചറെ പരീക്ഷയ്ക്ക് പോകുന്നത്. പക്ഷേ പരീക്ഷ ഹാളിലെത്തുമ്പോൾ പല കാര്യങ്ങളും അങ്ങ് മറന്നു പോവാണ്. പലർക്കുള്ളൊരു സങ്കടമാണിത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാനുള്ള 5 ശീലങ്ങൾ ഞാൻ പറയാം. ഇതിലേതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ മാറ്റിയെടുക്കുക. ഒന്നാമത്തെ കാര്യം, പരീക്ഷ എടുക്കുന്ന സമയത്ത് ബൾക്കായിട്ട് ഈ പോർഷൻസ് എല്ലാം കൂടി ഒരുമിച്ച് പോയി ഇത് പഠിച്ച് പരീക്ഷ എഴുതുകയാണെങ്കിൽ പകുതി മുക്കാൽ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ലക്ഷ്യമില്ലാതെ പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു പാഠം പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ എങ്ങനെയൊക്കെ എഴുതേണ്ടത് എന്നുള്ള ഒരു ബോധ്യമില്ലാതെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്ത് പറ്റുന്നറിയോ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഡിസ്ട്രാക്ഷനുള്ള സ്ഥലത്ത് പോയിരുന്ന് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ടിവിയുടെ മുന്നിൽ പാട്ട് കേട്ടോണ്ട് അല്ലെങ്കിൽ പാരൻസ് ഒക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ പോയിരുന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അർത്ഥം മനസ്സിലാക്കാണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെയൊക്കെ പഠിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ, റോഡ് ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഏതെങ്കിലും ഒരു കണ്ണി വിട്ടുപോയാൽ മതി, പിന്നീട് അങ്ങോട്ട് നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അഞ്ചാമത്തെ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടെൻഷൻ വരിക. എക്സാം എടുക്കുന്ന സമയത്ത് ടെൻഷൻ വരും, ഞാൻ തോറ്റുപോകും, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ, നമ്മുടെ ബ്രെയിൻ്റെ ആ തിങ്കിങ് കപ്പാസിറ്റി അവിടെ അങ്ങ് സ്റ്റോപ്പ് ആകും. അപ്പം ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ലോണം അന്നെന്നുള്ളത് പഠിക്കുക, അല്ലെങ്കിൽ നേരത്തെ പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നെക്കൊണ്ട് ഇതിനൊക്കെയുള്ള ആൻസേഴ്സ് പഠിക്കാൻ പറ്റുന്നുണ്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ടെൻഷൻ ഇല്ലാതെ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. താങ്ക് യു.